നമസ്കാരം. ശുഭദിനത്തിലേക്ക് സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമാണ് ആയിട്ടുള്ളത്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,420 ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 13 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 7 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 29 തീയതിയാണ്. ഇപ്പോൾ ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് ഇന്ന്. കരണം വരുന്നത് സിംഹകരണമാണ്. ഉദയത്തിന് വരുന്നത് നിത്യയോഗം ശിവനാമ നിത്യയോഗമാണ്. ഇന്ന് ഉദയത്തിന് നാൾ വരുന്നത് ഉത്രം ആണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേലയാണ്. 2 ആഴ്ചത്തേക്കാണ് ഈ ഞാറ്റുവേല ഉണ്ടാവുന്നത്. ഇന്ന് ദിവസം ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17 20 ഉദയം സംഭവിക്കുന്നു. അസ്തമയമാകട്ടെ വൈകിട്ട് 6:43 27 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യ കേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതാനും മിനിറ്റുകളുടെ സെക്കൻഡുകളുടെ ഒക്കെ വ്യത്യാസം കൂടുതൽ ഉത്തര ദക്ഷിണ ദിക്കുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടായേക്കാം. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 26 മിനിറ്റ് 07 ദിനമാനം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:36 മുതൽക്ക് 5:10 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 12:30 തുടങ്ങി 2:03 അവസാനിക്കുന്നു. യമകണ്ഠകകാലം വരുന്നത് 9:23 മുതൽക്ക് 10:57 രാവിലെ വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നിഷിദ്ധമാണ്. യാത്ര മുതലായവ ആ സമയത്ത് വർജിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അതായത് അവിട്ടം, ചതയം, പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കമിടുക, യാത്ര മുതലായവ സാധിക്കുമെങ്കിൽ വർജിക്കുകയാണ് നല്ലത്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:06 തുടങ്ങി 12:28 വരെയും തുടർന്ന് 4 മിനിറ്റ്. അതിൻ്റെ മധ്യഭാഗം ഒഴിച്ച് 12:32 മുതൽ 12:54 വരെയുള്ള സമയത്താണ്. പൊതുവിൽ 12:06 മുതൽക്ക് 12:54 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കാവുന്നതാണ്. അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠാ സമയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ശുഭകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വിവാഹം, ഉപനയനാദി കർമ്മങ്ങൾ, അതുപോലെ എല്ലാ സ്ഥിരകർമ്മങ്ങൾക്കും ഈ ഉത്രം നക്ഷത്രം അനുകൂലമാണ്. ആഭരണം, പുതിയ ആഭരണം ധരിക്കുക, ഗൃഹാരംഭം, ഗൃഹപ്രവേശം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നല്ലതാണ്. അതുപോലെ പഞ്ചമി തിഥിയാണ്. ഈ പഞ്ചമി തിഥിയും എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ്. എന്നാൽ ദിവസം ചൊവ്വയാകയാൽ പല ശുഭകർമ്മങ്ങൾക്കും അത് അനുയോജ്യമല്ല. നാളും തിഥിയും അനുകൂലമാണെങ്കിലും ആഴ്ച നന്നല്ല. ഇന്നത്തെ ശുഭദിനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നമസ്കാരം.